രാത്രി ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരം മത്തങ്ങ കൊണ്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തങ്ങ സൂപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഡിന്നറിന് ഇതുപോലെയൊക്കെയുള്ള സൂപ്പുകൾ ഒരു ശീലമാക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും വെയിറ്റും വയറും ഒക്കെ കൂടുന്നത് തടയാനൊക്കെ സഹായിക്കും. നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള സൂപ്പ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഒരു കഷ്ണം മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ടൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞ് അതും കൂടി ചേർക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്കിനി 7-8 അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണ്. പിന്നെ ചേർക്കുന്നത് 8-10 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുമ്പോഴേക്കും ചെറിയ ഉള്ളി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങളാണ് ചേർക്കുന്നത്. മത്തൻ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുകയാണ്. പിന്നീട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്ര ചേർത്താൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 2 വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം. മത്തൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ 2 വിസിൽ വന്നതിന് ശേഷം ഞാനിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഒന്നുകിൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പൊട്ടറ്റോ മാഷർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്കിനി 2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അത് ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമുക്ക് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇളം ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് സൂപ്പിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ കാഷ്യൂസിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. നല്ല ക്രീമി സൂപ്പാണ്. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഴിക്കാൻ പാകത്തിന് ചൂടാക്കിയാൽ മതി. 2 ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എരിവിനാവശ്യമായ കുരുമുളക് പൊടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ സൂപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഒന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് 1 സ്പൂണോളം ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് കേട്ടോ. ഒരു ഇളം മധുരവും കുറച്ച് പുളിയും നല്ല എരിവും ഒക്കെയുള്ള നല്ലൊരു സൂപ്പാണ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കുരുമുളക് പൊടി മുകളിലൊന്ന് വിതറി കൊടുക്കുകയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള സൂപ്പല്ലേ. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രാത്രി കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണിത്. മത്തങ്ങ കഴിക്കുന്നത് നമ്മുടെ കണ്ണിനും സ്കിന്നിനും അതുപോലെ തന്നെ നല്ല ദഹനത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. മഴക്കാലത്ത് തൊണ്ടവേദനയൊക്കെ ഉള്ള സമയത്ത് ചൂടോടുകൂടി ഇങ്ങനൊരു സൂപ്പ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സൂപ്പ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മത്തങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാവും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.